ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിച്ച പോലെ വളരെ ശാന്തമായ രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള മാർക്കറ്റ് മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ കൂടി വളരെ ശാന്തമായ രീതിയിലുള്ള മാർക്കറ്റാണ് ഇന്ന് വന്നത്. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മളെ ട്രേഡിംഗ് പ്രകാരം നിഫ്റ്റി നമ്മുടെ ഇന്നലത്തെ പി ഒ സിയുടെ മുകളിലാണ് അവൻ ആശാൻ ഓപ്പൺ ചെയ്തത്. ഇന്നലത്തെ പി ഒ സിയുടെ മുകളിൽ അടുപ്പിച്ചൊക്കെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങി നമ്മുടെ ബെയറിഷ് റെഫറൻസും വന്നു. അവിടുന്ന് പൊട്ടി നമ്മളെ സപ്പോർട്ട് വന്നെടുത്തു. തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസിൽ പോയി അവിടുന്ന് വീണ്ടും ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബെയറിഷ് റെഫറൻസിന് മുകളിൽ മാനേജ് ടു ക്ലോസ് അബോ 24,200, അതായത് ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞാൽ 24,200 മുകളിൽ നിഫ്റ്റിയെ കൊണ്ട് ക്ലോസ് ചെയ്യിക്കാൻ പറ്റി. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിൻ്റെ മുകളിലാണ് അവൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ബുള്ളിഷ് റെഫറൻസിനും പി ഒ സിക്കും ബെയറിഷ് റെഫറൻസിൻ്റെ കൃത്യമായി പറയണമെങ്കിൽ ബുള്ളിഷിനും ബെയറിഷിൻ്റെ റെഫറൻസിൻ്റെ ഇടയിൽ തന്നെ കിടന്ന് കളിച്ചു. അത് സാൻഡ്വിച്ച് നിരിക്കുക, നമ്മളെ ബ്രെഡിൻ്റെ ഇടയിൽ ജാമ് തേച്ച പോലത്തെ അവസ്ഥയിലുള്ള സാൻഡ്വിച്ച് രീതിയിൽ തന്നെയാണ് അവനും ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് മൊമെൻറ്റും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഒരു സിംഗിൾ ട്രേഡ് പോലും ഒന്നും ചെയ്തിട്ടില്ല. ₹1 ഒരു ട്രേഡ് പോലും ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഓപ്പണിങ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് ഇന്ന് കുറച്ചൊന്നെന്താണ് ഔട്ട് ഓഫ് ദി മാർക്കറ്റോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ വിൻഡ് എന്നൊക്കെ പറയും പോലെ പുറത്ത് പോയി ചുമ്മാ നിൽക്കാന്നൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. ഇന്ന് പൊതുവേ എന്തുവാണ് ഈ തണുത്തുറഞ്ഞ കാലാവസ്ഥയൊക്കെ ഒരു ആകെ കുളിര് പിടിച്ച അവസ്ഥയെ പുറത്ത് മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം മൊമെൻറ്റം ലാക്കാവണം. മൊമെൻറ്റം ലാക്കാവുന്നതിനനുസരിച്ച് ഞാൻ ട്രേഡ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പിന്നെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. ഫിൻ നിഫ്റ്റിയിലൊരു ട്രേഡ് ചെയ്തു, ഒരു പുട്ട് കിട്ടി, പ്രോഫിറ്റ് കിട്ടി, അതേപോലെ കോൾ എടുത്തു, ആ പൈസ പോയി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നെറ്റ് സീറോ, ഏകദേശം 110 രൂപ പ്ലസിലേക്കാണ് എൻ്റെ ട്രേഡൊക്കെ അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ മാർക്കറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി 24,200 എന്നും പറഞ്ഞാൽ ഒരു ലക്ഷ്മണ രേഖയ്ക്ക് മുകളിൽ മാനേജ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ ഞാൻ ഇന്നലത്തെ പി ഒ സി ഇന്നലത്തെ പ്രൊഫൈൽ ഞാനൊന്നും മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്നലത്തെ ഇന്ന് ഒരേ റേഞ്ചിലായതുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,200 എന്ന് പറഞ്ഞാൽ 12-ാം മാസം നവംബർ, ഈ മാസം 12-ാം തീയതി നമ്മളെ മാർക്കറ്റ് അടിച്ചിറങ്ങിയ ട്രെൻഡ് ഡേയുടെ പി ഒ സി ആയ 24,202 ഭാഗത്ത് തന്നെയാണ് നിഫ്റ്റി ഇന്നത്തെ പി ഒ സി വന്ന്. ഞാൻ നമ്മുടെ ഇന്നലത്തെ ഇന്നും ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ പൊസിഷൻ ഇതിനെല്ലാം മെർജ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലെ സംബന്ധിച്ച് നമ്മളെ ബാലൻസ് കണ്ടെത്തുന്നത് പ്രൊഫൈൽ മെർജ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു കൃത്യമായ ഒരു രീതിയിലുള്ള ബാലൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ചൊരു 80% റൂളിൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു ഇന്നത്തെ പ്രൊഫൈൽ പ്രകാരം. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ആശാൻ താഴേക്ക് വന്ന് ഇറങ്ങി താഴേക്ക് വന്ന് ഫസ്റ്റ് ടാർഗറ്റൊക്കെ തന്ന് തിരിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഐ ബിയുടെ അവിടെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,206 എന്നതാണ് പി ഒ സി. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഇന്നും കൂടെ പി ഒ സിയും കൂടെ ഞാൻ മെർജ് ചെയ്യുന്നത് വേറെ ഒന്നിനും വേണ്ടിയില്ല, നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രേഡ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച് വാല്യൂ ഏരിയ ഹൈക്കും വാല്യൂ ഏരിയ ലോയ്ക്കകത്ത് കിടക്കുള്ള ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റം വരുമ്പോൾ നമുക്കതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബെയറിഷ് റെഫറൻസ് ഇപ്പോൾ എന്തായിട്ട് മാറി 24,168 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ലോ ആയിട്ട് മാറി. പി ഒ സി വ്യക്തമായിട്ട് വന്നിരിക്കണ 24,206 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കണം. അപ്പോൾ ഞാൻ നിഫ്റ്റിയുടെ ആ മൂവ്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി നിഫ്റ്റി അങ്ങ് കളഞ്ഞിട്ട് എങ്ങോട്ട് വയ്ക്കാം 24,206 എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൊഫൈലിനെ റേഞ്ചിനെ സംബന്ധിച്ചുള്ള പി ഒ സി. സോ 24,206 ആണ് നമ്മുടെ 2 ദിവസത്തെ പി ഒ സി റേഞ്ച് എന്ന് പറയും. അപ്പോൾ ഞാനത് വരച്ചു. അപ്പോൾ ഈ 24,206 നമ്മളെ സംബന്ധിച്ചുള്ള പി ഒ സി റേഞ്ച്. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ലോ ആയ 24,168 ബെയറിഷ് റെഫറൻസ്. എന്താണ് 24,000 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,000
24,168 നമ്മൾ എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം. സോ നമ്മൾ കൃത്യമായി ഞാനത് മാർക്ക് ചെയ്തു, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി കൃത്യമായി എന്നത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ബെയറിഷ് റെഫറൻസിൻ്റെ ആ ഒരു കളറും കൊടുത്തു. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ ബെയറിഷ് റെഫറൻസിൻ്റെ കളറ് നല്ല ബ്ലാക്ക് ഇത് വയ്ക്കുക, മറ്റേത് ബ്ലാക്ക് കുഴപ്പമില്ല. ഇനി നോക്കിയിട്ട് ഫസ്റ്റ് 160 താഴെ നിൽക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ 24,115. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,115. സോ 24,115 ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. എത്രയാണ്? 24,115. അതിന് താഴെ മാർക്കറ്റ് പൊട്ടി നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 24,010 എന്ന് പറയും. ഇതാണ് ഈ HVN സോണും 24,010. സോ S2 വരെ ഞാൻ വരയ്ക്കുന്നുള്ളൂ. മിക്കവാറും S2 എന്ന് പറയുമ്പോൾ 24,010. ഇതിന് താഴെ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് നാളെ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും നല്ലൊരു നെഗറ്റീവ് ന്യൂസൊക്കെ വന്ന് മാർക്കറ്റിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ഇതിന് കൂടെ അപ്പുറത്തേക്ക് ഞാൻ ചാൻസ് പ്രതീക്ഷിക്കുന്നത്. വരാതിരിക്കാൻ പറ്റില്ല. മാർക്കറ്റ് ഈസ് അൾട്ടിമേറ്റ്. പക്ഷേ ഇപ്പോഴത്തെ പ്രൊഫൈൽ വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് 168 താഴെ 24,115, അത് താഴെ 24,010 ഭാഗത്തേക്ക് വരാം. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മുകളിലേക്കുള്ള ബെയറിഷ് പറയുമ്പോൾ 24,289 എന്ന വാല്യൂ ഏരിയ ഹൈ ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. എത്രയാണ്? 24,289 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അങ്ങനെ കയറി പോകാൻ പറ്റുമോ? ഇല്ല. 370 മുകളിൽ പോയാലേ നടക്കുകയുള്ളൂ. എന്നാൽ കൂടെ 380 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് 289 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 370. 24,006 എന്ന് പറയുമ്പോൾ 24,370. അതിന് മുകളിൽ നിൽക്കുമ്പോൾ R2 എന്ന് പറയുമ്പോൾ എവിടെയാണ്? R2 എന്ന് പറയുമ്പോൾ ഈ HVN സോണായ 24,464. സോ 24,461. അപ്പോൾ എന്നെ സംബന്ധിച്ചും മാർക്കറ്റിനെ സംബന്ധിച്ചും മാർക്കറ്റ് പ്രൊഫൈലിന് എൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരം നമ്മുടെ റേഞ്ച് നാളെ ഇങ്ങനെ ആയിരിക്കും. ഇതിനകത്ത് മുകളിലെ ഭാഗത്തൊക്കെ ആയിരിക്കും മിക്കവാറൊക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണം. അപ്പോൾ ഓർത്തോളുക, 24,289 മുകളിൽ 24,370, 464. ഇനി 24,168 താഴെ 24,115, 24,010. ഇതായിരിക്കും നമ്മുടെ നിഫ്റ്റിയുടെ ലെവല്. ഇന്ന് അമേരിക്കയുടെ കുറച്ച് ന്യൂസൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബിൽഡിംഗ് പെർമിറ്റ്സ് കൂടിയിട്ടുണ്ട്. ബിൽഡിംഗ് പെർമിറ്റ്സ് നല്ല വലിയ കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ച് കൂടിയിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായ കാര്യമാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന കൺസ്യൂമർ കോൺഫിഡൻസും ന്യൂ ഹോം സെയിൽസും ഇത് പോസിറ്റീവാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വോളിയത്തിൻ്റെ ലാക്ക് വരുന്നത് കൊണ്ട് യൂഷ്വലി വലിയൊരു മൊമെൻറ്റം വന്നതിന് ശേഷം ഒരു ബാലൻസ് എപ്പോഴും നല്ലതാണ്. സോ എൻ്റെ ഒരു കണക്കൂട്ട് വെച്ച് നാളെയും കൂടെ ഈ നിഫ്റ്റി ഈ ബാലൻസിലേക്ക് തന്നെ പോകാനുള്ള ചാൻസാണ് വളരെയധികം കൂടുതൽ കാണുന്നത്. നമുക്കിനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കണ്ടേ? ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഞാൻ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളൊക്കെ ബാങ്ക് നിഫ്റ്റി എന്താണ്? ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഡേ ആയിരുന്നു. വേരിയേഷൻ ഡൗൺ ഡേ വന്നെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് ഒരു നോർമൽ ഡേ ആണ്. കാരണം അത് വേരിയേഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് തന്നില്ല. സാധാരണ നമ്മൾ IB തരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹാഫ് IB തരണമല്ലോ, അത് തന്നിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡേ എന്ന് പലരും പറയും. എന്നെ സംബന്ധിച്ച് പക്ഷേ നോർമൽ ഡേ ആണ്. ഇന്നത്തെയും POC എല്ലാം മെർജ് ചെയ്ത് ഒരേ ഓൾമോസ്റ്റ് വാല്യൂ എല്ലാം അടുപ്പിച്ചായതുകൊണ്ട് ഞാൻ ഈ രണ്ട് പ്രൊഫൈലിനെ അങ്ങ് മെർജ് ചെയ്യണം. വേറെ ഒന്നും വേണ്ടില്ല, നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലാതെ ഒരേ റേഞ്ച് തന്നെ നമ്മൾ ഫേക്ക് ബ്രേക്കൗട്ടും ബ്രേക്ക് ഡൗണും വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ട്രേഡറെ സംബന്ധിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ദിവസമാണ്. സോ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ച് എന്താണ്, നമുക്ക് ആ ട്രേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അനാവശ്യമായ ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ലോസും കുറയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇനി ബാങ്ക് നിഫ്റ്റി ലെവലിൽ നിന്ന് നമ്മുടെ POC ബാങ്ക് നിഫ്റ്റിക്ക് കാണുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ POC കാണുന്നത് 52,150 ഭാഗത്താണ് POC. എത്രയാണ്? 52,000 റേഞ്ച് POC എന്ന് പറയുമ്പോൾ എത്രയാണ്? 52,150 150ക്ക് നിൽക്കണം. അപ്പം ഞാൻ ആ POC മാർക്ക് ചെയ്തു. എന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എനിക്ക് ഇപ്പോഴും മാറ്റമില്ല. 24,265 70 മുകളിൽ മാത്രമേ ഞാൻ ബുള്ളിഷ് ഉള്ളൂ. എത്രയാണ്? 24,270 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്.
എപ്പോഴും ബാക്കി നിഫ്റ്റി 52,270 മുകളിൽ മാത്രമേ ഞാൻ എന്താണ് ഒരു മൂവ്മെൻറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് നമ്മളെ ബുള്ളിഷ് റെഫറൻസ് 52,270 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് അല്ല ബുള്ളിഷ് റെഫറൻസ്. ഇനി 52,270 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,443. ഇന്നലത്തെ പറഞ്ഞ ടാർഗറ്റിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. 56 എന്ന് പറയുമ്പം 52,443. ഓക്കെ. ഇനി R2 എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് മുകളിൽ നിൽക്കുമ്പോൾ R2 എന്ന് പറയുമ്പോൾ 52,525 52,525 R2. R2വിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഹൈലി ചാൻസ് എന്ന രീതിയിൽ നമുക്ക് 52,800 എന്ന് പറഞ്ഞ ഈ POC പണ്ട് വരാൻ വേണ്ടി ശ്രമിച്ച POC ആണ്, വരാതെ പോയതാണ്. സോ വേണമെങ്കിൽ ഒരു അവസാനത്തെ ചാൻസ് എന്ന രീതിയിൽ 52,800ൻ്റെയൊക്കെ എന്തുവാണ് ഒരു മൂവ്മെൻറ്റൊക്കെ തരാം. ചിലപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, ബീസ്റ്റ് എന്നാണ് ബാങ്ക് നിഫ്റ്റി അറിയപ്പെടുന്നത്. ബാങ്ക് നിഫ്റ്റി ബി4 ബീസ്റ്റ്. സോ ഈ ബീസ്റ്റിന് വേണമെങ്കിൽ 52,800 പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളുക, ഈ 51,980 ആണ് ഇപ്പോഴും എൻ്റെ ബെയറിഷ് റെഫറൻസ്. ഒരു മാറ്റമില്ല. 51,980 താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ എന്തെടുക്കുകയുള്ളൂ, ഇനി ഒരു സെല്ലിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലെപ്പോഴും ഓർത്തേക്കുക, അത് ആ ലെവലിന് താഴെ മാത്രമേ സെല്ലുള്ളൂ. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? നേരെ 51,804 51,804 ഫസ്റ്റ്. S1 എന്ന് പറയുമ്പോൾ 51,804 51,804. അതിന് താഴെ അടുത്ത് നിൽക്കുമ്പോൾ S2 എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ S2ന് അപ്പുറത്തേക്ക് പറയുന്നില്ല, കാരണം താഴേക്കൊന്നും ചാൻസ് ഇല്ല. S2 എന്ന് പറയുമ്പോൾ 51,699. എത്രയാണ്? 51,699. 51,699 S2. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ അപ്പറും ലോവറും ലെവൽ. ഓർത്തോളുക, മാർക്കറ്റ് നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് നല്ല വലിയ മൊമെൻറ്റമൊക്കെ നാളെ വരികയാണെങ്കിൽ വേണമെങ്കിൽ ഈ ബീസ്റ്റിന് 52,800 വരെ പോകാനും, ഇല്ല താഴേക്ക് അടിക്കുകയാണെങ്കിൽ 51,500 വരെ വരാൻ ചാൻസും വളരെയധികം ബാങ്ക് നിഫ്റ്റിക്കും കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽസ്. നിങ്ങൾ വ്യക്തമായി ലെവൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ കാലത്ത് ഉച്ചയ്ക്ക് മുമ്പ് ഒരു 11 മണി തൊട്ട് 12 വരെ 1.5 മണിക്കൂർ മാർക്കറ്റ് പ്രൊഫൈൽ യൂട്യൂബിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് പ്രൊഫൈൽസിൻ്റെ ലെവൽസിനെ കുറിച്ച് പറയാനും അത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയുടെയും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറിങ് ആൻഡ് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ഞാൻ വയ്ക്കുന്നുണ്ട്. ആ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഗൂഗിൾ ഫോം ഷീറ്റ് ഞാൻ ഇതിൽ കൊടുക്കും. ആ ഗൂഗിൾ ഫോം ഷീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ കിട്ടും. പങ്കെടുക്കുന്നവർ കൃത്യമായ മൊബൈൽ നമ്പർ ഇമെയിൽ ഐഡിയും കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അതിൽ ജിമെയിലിലെ ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴി നിങ്ങൾ കണക്ട് ചെയ്യുക. നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഓർഡർ ഫ്ലോയുടെ എന്നെ ഡൗട്ട്സ് എന്നെക്കുറിച്ച് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. സോ എല്ലാവരും ഒരിക്കൽ കൂടി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതെനിക്കൊരു ഊർജ്ജമാണ്. കാരണം ഞാനിപ്പോൾ ഇന്നലെ ഒരു പീരീഡ് ട്രേഡ് സെറ്റപ്പിനെ കുറിച്ചൊരു വീഡിയോ ഇറക്കി. ഇനി വരാൻ പോകുന്നത് സീ സൈഡ് എക്സ്റ്റൻഷനെ കുറിച്ചുള്ള ദോക്ക എന്ന് പറഞ്ഞ പുതിയൊരു വീഡിയോ വരാം. അപ്പം എഡ്യൂക്കേഷണലായ ട്രേഡിങ് ചെയ്യാൻ പറ്റുന്നത്, സമയം അനുസരിച്ച് ട്രേഡ് ചെയ്യൂ എന്ന് പറഞ്ഞ ആ സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ഇപ്പോൾ ഉടനെ വരാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം വരണ്ടേ. എനിക്കുള്ള ഊർജ്ജം തരാൻ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹാപ്പി വാച്ചിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.